അധികാരികൾക്ക് എന്തും കൊണ്ട് തള്ളാനുള്ള ഒരു കുപ്പത്തെട്ടിയാണോ ഈ ജില്ല? രാഷ്ട്രീയ പാർട്ടികൾക്ക് ജാഥകൾ തുടങ്ങാനും പണം പിരിക്കാനും മാത്രമുള്ള ഒരിടമായി കാസർഗോഡ് മാറുകയാണ്. കാലാകാലങ്ങളായി ഇവിടുത്തെ ജനതയെ പറ്റിക്കാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പുതിയ ചർച്ചകളെ നാം കാണാൻ. വാർത്തകൾ വരുന്നത് KM ഷാജിക്ക് ഇത്തവണ കാസർഗോഡ് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നാണ്. അതിനേക്കാൾ കൗതുകരമായ കാര്യം, ഷാജിയെ ഇവിടെ മത്സരിപ്പിക്കാൻ ചിലർക്ക് വലിയ ആവേശമാണ്. ഈ ചിലർ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വമോ സീനിയർ നേതാക്കളോ ഒന്നുമല്ല, മറിച്ച് ചില പ്രാദേശിക യുവനേതാക്കളാണ് ഈ നീക്കത്തിന് പിന്നിലുള്ളത്. ഷാജി കാസർഗോഡ് മത്സരിക്കുമോ ഇല്ലയോ എന്നൊന്നുമല്ല വിഷയം. പക്ഷേ അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ തയ്യാറായാൽ കാസർഗോട്ടെ ജനങ്ങളെ ഓർത്ത് സഹതാപം മാത്രമേയുള്ളൂ. കാരണം ഉദ്യോഗസ്ഥർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ നൽകുന്ന സ്ഥലമാണല്ലോ നമ്മുടെ കാസർഗോഡ്. ഇപ്പോൾ നേതാക്കൾക്കും അങ്ങനെ ഒരിടമായി ഈ ജില്ല മാറുന്നുണ്ട്. വയനാട്ടുകാരനായ ഷാജിക്ക് സ്വന്തം ജില്ലയിൽ മത്സരിക്കാൻ ഒരു സീറ്റില്ല. അഴീക്കോടിൽ നിന്ന് 2 തവണ ജയിച്ചെങ്കിലും 2021 തോറ്റതോടെ അവിടെ നിൽക്കാൻ ധൈര്യമില്ല. പിന്നെ കൊടിവള്ളി നോക്കി, അവിടെ പ്രാദേശിക എതിർപ്പ് കനത്തോടെ ആ വഴിയും അടഞ്ഞു. അങ്ങനെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചപ്പോഴാണ് ഷാജിക്ക് കാസർഗോഡ് ഒരു സേഫ് സോണായി തോന്നിയത്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ മുസ്ലിം ലീഗിൻ്റെ ഗർജിക്കുന്ന സിംഹം എന്നാണ് ഷാജിയെ വിശേഷിപ്പിക്കാറുള്ളത്. പ്രസംഗവേദികളിൽ ഇടതുപക്ഷത്തെ കടിച്ചു കീറുന്ന ഈ സിംഹം എന്തുകൊണ്ടാണ് അഴീക്കോട് നിന്ന് വീണ്ടും മത്സരിക്കാത്തത്? താൻ 2 തവണ തോൽപ്പിച്ച ഇടതുപക്ഷത്തിനെതിരെ അവിടെ തന്നെ പോരാടാൻ എന്താണ് ഷാജിക്ക് തടസ്സം? സ്വന്തം മണ്ണായ വയനാട്ടിൽ ഇടതിനെ നേരിടാൻ എന്തോ കരുത്തില്ലാതെ പോകുന്നു. പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. കാസർഗോഡിൻ്റെ രാഷ്ട്രീയമോ ഭൂമിശാസ്ത്രമോ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളോ അറിയാത്ത ഒരാൾ ഇവിടെ മത്സരിക്കുന്നത് കൊണ്ട് എന്തു ഗുണമുണ്ടാക്കും? അദ്ദേഹം ജയിച്ചാൽ തന്നെ ഇവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. സംസ്ഥാന രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന നേതാവായതുകൊണ്ട് തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തോ മലപ്പുറത്തോ ആയിരിക്കും കൂടുതൽ സമയവും. കാസർഗോട്ടുകാർക്ക് ഒരു അത്യാവശ്യം വന്നാൽ കാണാൻ പോലും കിട്ടാത്ത ഒരു MLA ആയി അദ്ദേഹം മാറും. ചുരുക്കി പറഞ്ഞാൽ, പുറത്തു നിന്ന് കെട്ടിയിറക്കുന്ന ഈ സ്റ്റാർ സ്ഥാനാർത്ഥികളെക്കാൾ കാസർഗോഡിന് നല്ലത് ഈ മണ്ണിനറിയാവുന്ന ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു പ്രാദേശിക നേതാവിനെയാണ്. കാസർഗോഡ് ഇനിയും പരീക്ഷണശാലയാക്കാൻ വിട്ടുകൊടുക്കരുത്. നന്ദി.